ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ കുട്ടിയുടെ തുടർ ചികിത്സ മൊത്തമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. അതിദാരുണവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണിത്. പലതവണ സ്കാൻ ചെയ്തിട്ടും സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് കുട്ടിയുടെ വൈകല്യങ്ങൾ സംബന്ധിച്ച് യാതൊന്നും പറഞ്ഞില്ല എന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. നിരന്തരമായി ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. പതിവ് അന്വേഷണ രീതി മാറ്റി ഗൗരവതരമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും എം.പി. പറഞ്ഞു. ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ കുട്ടിയുടെ തുടർ ചികിത്സ മൊത്തമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. അതിദാരുണവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പലതവണ സ്കാൻ ചെയ്തിട്ടും സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് കുട്ടിയുടെ വൈകല്യങ്ങൾ സംബന്ധിച്ച യാതൊന്നും പറഞ്ഞില്ല എന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിരുന്നതായും കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം.പി. പറഞ്ഞു. നവജാത ശിശുവിന്റെ പിതാവിനോട് സംസാരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച പല ഗുരുതരമായ വീഴ്ചകളും ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി. സ്കാനിങ്ങുകാർ ഡോക്ടർമാരെയും ഡോക്ടർമാർ തിരികെയും പരസ്പരം കുറ്റപ്പെടുത്തി വിഷയത്തിൽ നിന്ന് കൈയൊഴിയുകയാണ്. നിരുത്തരവാദപരമായ നടപടി കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ വായും കണ്ണും തുറക്കാനാകുന്നില്ല. ജനനേന്ദ്രിയത്തിന് തകരാറുണ്ട്. കഴുത്ത് നേരെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കുട്ടിയുടെ ചികിത്സ താങ്ങുവാൻ കുടുംബത്തിന് എങ്ങനെ ആവും? നിരന്തരമായ ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടെന്നും എം.പി. പറഞ്ഞു. പതിവ് അന്വേഷണ രീതി മാറ്റി ഗൗരവമുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വ്യാപകമായി ആവശ്യപ്പെട്ടത് പ്രകാരം കമ്മിറ്റിയെ വെച്ചു. എന്നാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരോഗ്യമേഖലയെ ഇങ്ങനെ കുത്തഴിഞ്ഞതാക്കാൻ സർക്കാർ അനുവദിക്കരുത്. ഏറ്റവും സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാർ ഗൗരവമുള്ള രീതിയിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.